ആകെ കൺഫ്യൂഷനായി പോയി. ഇപ്പോ അദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോ സ്വരാജാണ് ജയിച്ചത്, ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഏറ്റവും മിനിമം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് പരാജയപ്പെട്ടു, ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാതെ അവിടെ 300 വോട്ട് കൂടി, ഇവിടെ 400 വോട്ട് കൂടി, ആ മറ്റേതിനേക്കാൾ ആ 15 വോട്ട് അങ്ങോട്ട് പോയില്ലേ, ഇവിടുത്തെ 22 വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ അവരുടെ ജനവിധിയെ പിന്നെയും പരിഹസിക്കുക. നിങ്ങൾ പരിഹസിച്ചോളൂ, അത് തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യം. പക്ഷേ അതിന് പിന്നെയും ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് ആഞ്ഞടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പൊ തോറ്റു എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാമല്ലോ. അതല്ലാതെ ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു അവിടെ 300 വോട്ട് കൂടി, ശ്രീ വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞില്ലേ, ആ 3000 വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇപ്പൊ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ശ്രീ എം സ്വരാജ് ആണോ? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഇനി നിഷയുടെ ചോദ്യം, തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എതിരെ നിൽക്കുന്ന ആളുകൾ നമ്മളെ വിമർശിക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ എനിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണ് ശ്രീ സ്വരാജ് സ്ഥാനാർത്ഥിയായെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ UDF-ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു, ഉത്തരവാദിത്തത്തോടെയാണ് പറയുന്നത്. UDF-ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു CPM-ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും തന്നെ സ്ഥാനാർത്ഥിയാകണം. തൃക്കാക്കരയിൽ CPM മത്സരിച്ചില്ല, പകരം സ്വതന്ത്രനെ മത്സരിച്ചു. പരാജയപ്പെട്ടപ്പോ ഒരു ഉളുപ്പുമില്ലാതെ ചങ്ങാതിമാര് വന്നിരുന്നു പറഞ്ഞത് അവിടെ സ്വതന്ത്രനെ നിർത്തിയതുകൊണ്ട് തോറ്റുപോയി എന്നാണ്. പാലക്കാട് ഇതിനേക്കാൾ വലിയ കോലാഹലം ഉണ്ടാക്കി. എന്നിട്ട് ഇവർ തോറ്റുപോയപ്പോൾ ഇവർ വന്ന് പറഞ്ഞത് പാർട്ടി മാറിയാളെ മത്സരിപ്പിച്ചതുകൊണ്ടാണ് തോറ്റത്. അപ്പൊ ഞങ്ങൾക്ക് UDF-ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ മത്സരിക്കണം എന്നുള്ളതിനകത്ത്. അതിപ്പോ CPM തന്നെ പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ നമ്പർ 1 കാൻഡിഡേറ്റ് ആണെന്ന്. അങ്ങനെയാണ് എങ്കിൽ ഞങ്ങൾ കുഴിച്ച കുഴിയിൽ അവർ വന്ന് വീണതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അത് മറ്റു വേറെ തരത്തിലൊന്നുമല്ല. ഞങ്ങൾ എന്തായാലും വെല്ലുവിളിച്ച് വരുത്തുന്നത് ഇവരെ വാഴിക്കാൻ വേണ്ടിയിട്ടല്ലോ. സ്വാഭാവികമായിട്ട് അവരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖനെന്ന് അവർ പറയുന്ന ആളെ തന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ്. ഇനിയും ഇവർ പറയുന്ന നമ്പർ 1 കാൻഡിഡേറ്റ് ഇവരുടെയാണ്, ഇവരുടെ വാദമാണ് നമ്പർ 1 കാൻഡിഡേറ്റ്. ആ കാൻഡിഡേറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോ കണക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനും ചില കണക്കുകൾ പറയാം. ആ കാൻഡിഡേറ്റ് ശ്രീ എം സ്വരാജ്, അദ്ദേഹം ജനിച്ച പോത്തുകലിലെ 118 നമ്പർ ബൂത്തിൽ 71 വോട്ടിന് അദ്ദേഹം പിന്നിലാണ്. അദ്ദേഹം ജനിച്ച ആ പോത്തുകൽ പഞ്ചായത്തിൽ 307 വോട്ടിന് അദ്ദേഹം പിന്നിലാണ്. ഞങ്ങൾക്ക് ലീഡുണ്ട്. ഇനിയും അദ്ദേഹം പഠിച്ച ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടി അങ്ങനെ എന്തൊക്കെയോ നൊസ്റ്റാൾജിക് പരിപാടികളൊക്കെ സംഘടിപ്പിച്ച ചുങ്കത്തറ മർത്തോമ കോളേജ് ഇരിക്കുന്ന 149 നമ്പർ ബൂത്ത്, ആ 149 നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് 95 വോട്ടിന്റെ ലീഡുണ്ട്. അദ്ദേഹം പഠിച്ച സ്ഥാപനങ്ങളിരിക്കുന്ന ചുങ്കത്തറ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് 1287 വോട്ടിന്റെ ലീഡുണ്ട്. ഇനി അദ്ദേഹം ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ 40 നമ്പർ ബൂത്തിൽ 202 നമ്പർ ബൂത്തിൽ ഞങ്ങൾക്ക് 40 വോട്ടിന്റെ ലീഡുണ്ട്. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന അതേ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങളുടെ ആകെ ലീഡ് 3967. ഏത് നിലമ്പൂര്? ഇവരുടെ മുനിസിപ്പൽ ചെയർമാൻ ഇരിക്കുന്ന നിലമ്പൂരിൽ. അപ്പൊ അദ്ദേഹം ജനിച്ചിടത്ത് ഞങ്ങൾക്ക് ലീഡ്, അദ്ദേഹം പഠിച്ചിടത്ത് ഞങ്ങൾക്ക് ലീഡ്, ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ലീഡ്. അപ്പൊ എന്ത് കണക്കിനെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്? ഞങ്ങൾ അങ്ങനൊന്നുമുള്ള നമ്പറിലേക്കല്ല പോകുന്നത്. ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ജീവൽ പ്രശ്നങ്ങൾ വെച്ചു. ഇവർ വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കി. ഞങ്ങൾ എന്താ വെച്ചത്? ഞങ്ങൾ ഡേ 1 ഞങ്ങളുടെ ആദ്യത്തെ ക്യാമ്പയിൻ എന്തായിരുന്നു? നിലമ്പൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. ആ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൽ ഇരകളാക്കപ്പെട്ടവർ, അതിൽ രക്തസാക്ഷിത്വം വരിച്ച മനുഷ്യന്മാർ, ഉറ്റവർ, ഉടയവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരെ വെച്ചിട്ട് ഞങ്ങൾ സംഗമം നടത്തി. ആ സംഗമം PCC-യുടെയും UDF-ന്റെയും ഒക്കെ നേതൃത്വത്തിൽ അത് ആസൂത്രണം ചെയ്തു. ആ പരിപാടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അതിന് വളരെ പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടായി. ഞങ്ങളുടെ സ്ഥാനാർത്ഥി കൺവെൻഷൻ ഇടയ്ക്കാണ് ശ്രീ KC വേണുഗോപാൽ വന്നിട്ട് പെൻഷൻ വിഷയം ഞങ്ങൾ വെച്ച എല്ലാ കെണിയിൽ ഇവർ വന്ന് വീണു. പെൻഷൻ വിഷയം അദ്ദേഹം ഓപ്പൺ ചെയ്തു. ശ്രീ KC വേണുഗോപാൽ പെൻഷൻ വിഷയം ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും മുഖ്യമന്ത്രി തൊട്ട് മുഴുവൻ ആളുകളും ഇറങ്ങി. ഇവർ പെൻഷൻകാരെ വെച്ചിട്ട് സംഗമം നടത്തി. ആ സംഗമത്തിൽ പങ്കെടുത്ത ആളുകൾ പോലും ഞങ്ങൾ വോട്ട് ചെയ്തു. കാരണം എന്താ? പെൻഷൻ കൃത്യമായി കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുണ്ട്. 17-18 മാസമായി ആ സാധുക്കൾക്ക് അവർ അംശാദായം അടയ്ക്കുന്ന, ഞാനും ശ്രീമതി നിഷയും ഇവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും ഒക്കെ ഒരു വീട് വെച്ചാൽ നമ്മൾ കൂടി അതിലേക്ക് പങ്കുവഹിക്കുന്ന പെൻഷൻ കിട്ടിയിട്ട് 17-18 മാസമായി. അപ്പൊ ഞങ്ങൾ ഈ പെൻഷൻകാരുടെ സംഗമം നടത്തി. അത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയുണ്ടായി. എന്റെ പ്രതിനിധി പിന്നെയും അദ്ദേഹം, എനിക്ക് തോന്നുന്നു നിലമ്പൂരിനെ പറ്റി വലിയ ധാരണയില്ല എന്ന് തോന്നുന്നു. ഞാൻ ശ്രീ എം സ്വരാജ് ജനിച്ച സ്ഥലവും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ പറ്റിയൊക്കെ പറഞ്ഞത്, ഇപ്പോ ചില സ്ഥലങ്ങളില്ലേ അവിടെ UDF-നായിരിക്കും സ്വാധീനം എന്നാണ്. അദ്ദേഹത്തിന്റെ അറിവിലേക്കായിട്ട് പറയുകയാണ്. ശ്രീ എം സ്വരാജ് ജനിച്ചു വളർന്ന പോത്തുകൽ എന്ന് പറയുന്ന പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. ആ CPM ഭരിക്കുന്ന പഞ്ചായത്തിലാണ് ശ്രീ എം സ്വരാജ് പിന്നിൽ പോവുകയും ഞങ്ങൾ ലീഡ് എടുക്കുകയും ചെയ്തത്. ശ്രീ എം സ്വരാജ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നിലമ്പൂർ മുനിസിപ്പാലിറ്റി, അതും CPM ആണ് ഭരിക്കുന്നത്. ആ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഏതാണ്ട് 3967 വോട്ടിന്റെ ലീഡാണ് ആ മുനിസിപ്പാലിറ്റിയിൽ മാത്രമുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവരുടെ തന്നെ വാദത്തെ ഞാൻ വെക്കുകയാണ്. ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ എടുക്കുന്നു. ശ്രീ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അവരെന്തൊക്കെയാ പറഞ്ഞു? ഒന്ന്, അവരവതരിപ്പിച്ച ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്. അപ്പൊ എന്റെ ചോദ്യം, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിന്
നിങ്ങൾ 9 വർഷക്കാലമായി ഭരിക്കുന്ന നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ പോലും ജയിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ അമ്പെ പരാജയപ്പെടുകയല്ലേ? ഒന്ന്, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിന് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന പഞ്ചായത്തിൽ ലീഡെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് കാൻഡിഡേറ്റിന്റെ വീഴ്ചയാണോ എന്നുണ്ട്. ഇപ്പൊ കുറച്ചു മുൻപ് അദ്ദേഹം പറഞ്ഞു പവർ കട്ടില്ലാത്ത കേരളമെന്ന്. ഇവിടെ ശ്രീ സജീഖ് മഞ്ഞക്കടമ്പൻ പവർ കട്ടിനൊന്നും അല്ലെങ്കിലും അദ്ദേഹം ഇരട്ടത്തായിരിക്കുന്നെന്ന് പറഞ്ഞു, കറണ്ട് പോയി എന്ന് പറഞ്ഞു. അത് പോട്ടെ, ഞാൻ അതിലേക്കല്ല പോകുന്നത്. പവർ കട്ടില്ലാത്ത കേരളം എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന കേരളമായി നിങ്ങൾ ഈ സംസ്ഥാനത്തെ മാറ്റി. ആദ്യമായിട്ടാണ് ഒരു സർക്കാർ പറയുന്നത് ഞങ്ങൾ അടുത്ത വർഷവും വൈദ്യുതി ചാർജ് കൂട്ടും എന്നൊരു സർക്കാർ അടുത്ത 2 വർഷവും കൂട്ടുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സർക്കാർ നിങ്ങളുടെ സർക്കാരാണ്. ഞങ്ങളത് ചർച്ചയാക്കി, ജനങ്ങൾ ആ രാഷ്ട്രീയത്തെ സ്വീകരിച്ചു. നിങ്ങളുടെ പവർ കട്ടില്ല എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തെയല്ല, ഓരോ മാസവും ഫാമിലി ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന നിങ്ങളുടെ വൈദ്യുതി ചാർജ് വർധനമെന്ന് ഞങ്ങളുടെ രാഷ്ട്രീയത്തെ അവർ സ്വീകരിച്ചു. വെള്ളക്കരം കൂട്ടിയതിനെ പറ്റി ഞങ്ങൾ പറഞ്ഞു, അത് ജനം സ്വീകരിച്ചു. ഇവിടെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ പറ്റി ഞങ്ങൾ പറഞ്ഞു, അത് ജനം സ്വീകരിച്ചു. ഞങ്ങൾ പറഞ്ഞ രാഷ്ട്രീയത്തെ സ്വീകരിച്ചു. പിന്നെ ഇവിടെ ശ്രീ എം സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അതുപോലെ ഇവരൊക്കെ പറയുന്നു എല്ലാ നിലപാടുകളും ജയിക്കണം എന്നില്ലെന്ന്. പിന്നെ എന്തിനാ മത്സരിക്കാൻ പോയെ? അപ്പൊ ഇവര് ജയിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ മാത്രമാണോ നിലപാടുകളുടെ വിജയം? ബാക്കിയുള്ളവരൊക്കെ ജയിക്കുമ്പം ഈ ജനങ്ങൾക്ക് നിലപാടില്ലാത്തവരാണോ? ഇങ്ങനെ ജനങ്ങളെ നിങ്ങൾ മുൻപ് ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത ജനതയെ തീവ്രവാദികളെന്ന് വിളിച്ചു. ആ ജനത തിരിച്ചറിഞ്ഞു നിന്നിട്ട് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ തോൽപ്പിച്ചിരിക്കുന്നത്. ഒരു തർക്കവും വേണ്ട. നിങ്ങളിങ്ങനെ നിരന്തരമായി ജനങ്ങളെ വെല്ലുവിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ ജനം അതിനോട് റിയാക്ട് ചെയ്യും. നിങ്ങൾ ജയിച്ചാൽ മാത്രമാണ് നിലപാട്. നിങ്ങൾ ആരാണ് ഈ നിലപാട്? ഇപ്പൊ ഇവിടെ പറയുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ നിലപാടിനെ പറ്റി. എന്ത് നിലപാടാണ്? പാർട്ടിക്കൊപ്പമുള്ള നിലപാടല്ലാതെ ഏത് നിലപാടാണ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞു തന്നേ. ഇവിടെ ആശാസമരം നടക്കുന്നു. കുറേയേറെ സ്ത്രീകൾ പൊരുവെയിലത്തും പെരുമഴയത്തും ഇവിടെ സമരമിരിക്കുന്നു. ആ സമരത്തെ പറ്റിയിട്ട് കമ എന്നൊരു അക്ഷരം ഈ പറയുന്ന നിലപാടുള്ള സ്ഥാനാർത്ഥി പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഈ മലപ്പുറം ജില്ലയെ ആദ്യം VS പറഞ്ഞു അവിടുത്തെ കുട്ടികൾ പരീക്ഷയ്ക്ക് പാസ്സാകുമ്പോൾ കോപ്പി അടിച്ച് ജയിച്ചാണെന്ന് പറഞ്ഞു. ആ ജില്ലക്കാരൻ കൂടിയായി നിലപാടിന്റെ രാജകുമാരൻ കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്ത ആളുകളെല്ലാം തീവ്രവാദികളാണെന്ന് പറഞ്ഞ് ആ ജില്ലയെ പിന്നെയും ആക്ഷേപിച്ചു. ഈ നിലപാടിന്റെ രാജകുമാരൻ കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഒരു ജില്ലയെ സ്വർണ്ണക്കടത്തുകാരെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. മുഖ്യമന്ത്രി കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന സ്വർണ്ണക്കടത്ത് കേസിനകത്ത് പ്രതിയായ സ്വപ്ന സുരേഷ് മലപ്പുറം ജില്ലക്കാരിയാണോ? ജയിലിൽ കിടന്ന ശിവശങ്കരൻ മലപ്പുറം ജില്ലക്കാരനാണോ? എന്നിട്ടും ആ ജില്ലയെ ആക്ഷേപിച്ചു. അന്നേരം ഈ നിലപാടിന്റെ രാജകുമാരൻ കമ എന്നൊരു അക്ഷരം മിണ്ടിയോ? TP ചന്ദ്രശേഖരനെ കൊന്നു, കമ എന്നൊരു അക്ഷരം ഈ നിലപാടിന്റെ രാജകുമാരൻ മിണ്ടിയിട്ടുണ്ടോ? ജിഷ്ണു പ്രണോയ് കൊല്ലപ്പെട്ടു, മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയില്ല കുടുംബത്തെ, ഈ നിലപാടിന്റെ രാജകുമാരൻ കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങളൊക്കെ പറയുന്നു ഇങ്ങനെ വാഴ്ത്തിപ്പാടുന്ന കേരളത്തിൽ ഇപ്പുറത്തെ രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. ശ്രീമതി നിഷ, എനിക്കതിനകത്തുള്ള പരാതിയൊന്നുമല്ല പറയുന്നത്. ഒരാളൊരു സാംസ്കാരിക നായകൻ തന്നെ മത്സരിക്കുകയാണ്. 4 ദേശീയ അവാർഡ് കിട്ടിയ ആളാ. 4 ദേശീയ അവാർഡ് കിട്ടിയ ഒരാൾ അപ്പുറത്ത് മത്സരിക്കുമ്പോൾ ഇപ്പുറത്ത് കുറച്ച് സെലക്റ്റീവായി അവാർഡ് ആഗ്രഹിക്കുന്ന ചില ഇടതുപക്ഷ സാംസ്കാരിക നായകർ വന്നു നിന്നിട്ട് കരഘോഷം മുഴക്കുക, സാംസ്കാരിക ഘോഷയാത്ര നടത്തുക, കെട്ടുകാഴ്ച നടത്തുക, ഇടതുപക്ഷ സാംസ്കാരിക കെട്ടുകാഴ്ച. ഇവർക്കൊക്കെ ഈ വിഷയങ്ങളിൽ ഈ നിലമ്പൂരിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ സംസാരിച്ച ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകനെ നമ്മൾ ആശാസമരത്തിൽ കണ്ടിട്ടുണ്ടോ? അതല്ലാതെ ഒരുപാട് സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും കവിമാരും ഒക്കെ നന്നായി പ്രതികരിച്ചിട്ടുണ്ട്. അവരുടെ നിലപാടുകളും വന്നിട്ടുണ്ട്. അതല്ലാതെ ഈ CPMന്റെ അവാർഡ് കാംക്ഷിച്ച് നിൽക്കുന്ന കുറേയേറെ സാംസ്കാരിക കൂട്ടായ്മയെ നിങ്ങൾ കൊണ്ടുവന്നു. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഫുൾ ടീമിനെ കൊണ്ടുവന്നു. ഇതെല്ലാം പരാജയപ്പെട്ടതിന് ശേഷം പിന്നെയും അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ജനങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളെ തോൽപ്പിച്ചതിന്റെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുക്കും. ജനങ്ങൾ ഉത്തരവാദിത്തത്തോടെയാണ് നിങ്ങളെ തോൽപ്പിച്ചത്. നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയാണോ നിങ്ങളുടെ പ്രശ്നം? ഇതേ നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ധാരണയുണ്ടാക്കിയില്ലേ? വെൽഫെയർ പാർട്ടിയായിട്ട് നിങ്ങൾ ധാരണയുണ്ടാക്കിയില്ലേ? ഈ നിലമ്പൂർ നിൽക്കുന്ന മലപ്പുറം ജില്ലയിൽ 22 പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന വെൽഫെയർ പാർട്ടി നിങ്ങളും തമ്മിൽ തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടായിരുന്നു 22 പഞ്ചായത്തിൽ. എന്നിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പിന്തുണ പിൻവലിച്ചതിന് ശേഷം ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദികൾ, നിങ്ങൾക്ക് അങ്ങോട്ട് പിന്തുണ പ്രഖ്യാപിച്ച എല്ലാം വിശുദ്ധർ. ആ പരിപാടിയൊന്നും ജനങ്ങളുടെ മുന്നിൽ ചെലവാകാത്തതുകൊണ്ടാണ് ജനങ്ങൾ മുഖമടച്ച് നിങ്ങൾക്ക് ശിക്ഷ തന്നിരിക്കുന്നത്. അതൊന്നും നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ പിന്നെയും പറഞ്ഞു വർഗീയവാദികളാണെന്ന് പറഞ്ഞു. ഒന്ന് ശ്രീ വിജയരാഘവൻ പറഞ്ഞതിന്റെ ശിക്ഷ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പല കാരണങ്ങളിൽ ഒന്നതാണ്. ഇനി നിങ്ങൾ പറഞ്ഞു പാലക്കാടിനെ അധിക്ഷേപിക്കുക, നിങ്ങൾ തൃക്കാക്കരെ അധിക്ഷേപിക്കുക. നിങ്ങൾ ഏത് തെരഞ്ഞെടുപ്പിനെ തോറ്റു എന്ന് പറയുന്നത്? പുതുപ്പള്ളി നിങ്ങൾ തോറ്റു എന്ന് പറഞ്ഞു. പുതുപ്പള്ളി കഴിയുമ്പോൾ നിങ്ങൾ വേറൊരു ന്യായം പറയും, തൃക്കാക്കര കഴിയുമ്പോൾ വേറൊരു ന്യായം പറയും, പാലക്കാട് കഴിഞ്ഞപ്പോൾ ഒരു ന്യായം പറഞ്ഞു, വയനാട് കഴിഞ്ഞപ്പോൾ ഒരു ന്യായം പറഞ്ഞു, ഇപ്പൊ ഇതാ നിലമ്പൂർ കഴിയുമ്പോഴൊരു ന്യായം പറയും. ഇനി 2026 ആണ്ടിൽ നിങ്ങൾ അധികാരഭ്രഷ്ടരായി, നിങ്ങൾക്ക് അധികാരം നഷ്ടമായി കഴിയുമ്പോഴും നിങ്ങൾ മറ്റൊരു കാരണം പറയും. അപ്പോഴും പറയും നിലപാട് ഞങ്ങളുടേതായിരുന്നു, ആ വോട്ട് ഞങ്ങൾക്കല്ലേ കൂടുതൽ കിട്ടിയത്. എന്നിട്ട് നിങ്ങൾ സാങ്കേതികത്വം മാത്രമാണ് ഉദാഹരണം ചോദിച്ചത്.